ഏട്ടൻ തിരിച്ച് അബുദാബിയിലേക്ക് തന്നെ പോകാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ കോട്ടക്കലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ മൊബൈലിനാണ് ഒട്ടും റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എയർടെലിൻ്റെ ഓഫീസിലും കയറാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്തൊന്നും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ കോട്ടക്കലിൽ എത്തിയ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. വേദിട്ടനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുൾ ഹാപ്പി മോഡാണ് കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ സിമ്മൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അതിന് ഞങ്ങൾ ഈസി ബൈയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കോട്ടക്കലത്തെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഷോപ്പാണ് ഈസി ബൈ. അവിടെ നിന്ന് കുറച്ച് ടീഷർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം പർച്ചേസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങാണ്. വേദിട്ടൻ കണ്ടില്ലേ. ഇനി അടുത്തത് എന്ത് കഴിക്കണം എന്നുള്ള ആലോചനയിലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഞാൻ കൊടുക്കാറുള്ളത് മിക്കവാറും മസാല ദോശ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ നല്ല അടിപൊളി മസാല ദോശ കിട്ടുന്ന നമ്മുടെ വെങ്കടേശ്വരയിലാണ് പോയിട്ടുള്ളത്. ചങ്കുവെട്ടി അവരാദ്യം തന്നെ കാപ്പിയൊക്കെ കൊണ്ടുതന്നു. വേദിട്ടൻ പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മസാല ദോശ നല്ല അടിപൊളി മസാല ദോശയായിരുന്നു കേട്ടോ. പിന്നെ അതിന് കൂടെ വട മേടിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വക ഞങ്ങൾക്ക് 2 ഗ്ലാസ്, അതായത് ഗ്ലാസ്സല്ല, ഇതുപോലൊരു ബൗളിൽ പായസം കൊണ്ടുവന്നു.